ഇത് പൊന്നാനിയിൽ ഒരുപാട് അടിയൊഴുക്കുകൾ ഘടകങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ജനങ്ങൾ വിധി എഴുതിയത്. LDFിനെ സംബന്ധിച്ചോളം UDFിനെ സംബന്ധിച്ചോളം ഒക്കെ ഉള്ള പ്രതീക്ഷകൾ എന്താണ്? പ്രതീക്ഷ 1977 പൊന്നാനി മണ്ഡലം രൂപീകരിച്ച് മുതൽ കിന്നോളം അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ MP ആയി വന്നിട്ടുള്ള മണ്ഡലമാണ്. മറ്റാർക്കും അവിടെ വിജയക്കൊടി പറപ്പിക്കാൻ പൊന്നാനി തീരത്ത് കഴിഞ്ഞിട്ടില്ല. 2009 മുതൽ ഇടതുപക്ഷം അവിടെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം വെച്ച് പരീക്ഷ നടത്തുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു പരീക്ഷണത്തിലാണ് CPM അവിടെ തയ്യാറായത്. മുസ്ലിം ലീഗ് സെക്രട്ടറിയായി രാജിവെച്ച് വന്ന KS ഹംസയെ പാർട്ടി ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ടായിരുന്നത് ഹംസ ലീഗിൽ നിന്ന് വിട്ടുവന്ന റിബലായി എന്നുള്ളത് മാത്രമല്ല, സമസ്തയുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാൻ വേണ്ടി CPM തീരുമാനിക്കുന്നു. അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തു. അതായത് പൊന്നാനി സമസ്ത ടീം എന്നൊക്കെ പേരിൽ പല ഗ്രൂപ്പുകൾ അവിടെ രൂപീകരിക്കപ്പെടുകയും അത് കേന്ദ്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചരണം നടത്തുകയും ചെയ്തു. അതായത് സമസ്തയിൽ കുറേ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്ത പോലെയുള്ള ഒരു ഇടത് ചേരി വളരെ ശക്തമായി രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അവരുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി ഇറക്കുകയായിരുന്നു പൊന്നാനിയിൽ ഹംസയുടെ സ്ഥാനത്തോടുകൂടി CPM ചെയ്തത്. ഇത് ഫലം കാണുമോ എന്ന് തെളിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നുള്ളതുകൊണ്ട് വളരെ നിർണായകമാണ്. അതായത് സമസ്തയിൽ ലീഗ് പോരിൻ്റെ ബലാബലമൊക്കെ നിശ്ചയിക്കുന്ന, അതിൻ്റെ ഗതി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അത് ജയിച്ചാലും ഹംസ ഒരുപക്ഷെ ഹംസ ജയിച്ച് സമദാനി പരാജയപ്പെട്ടാലും സമദാനിയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചാൽ പോലും ഇതിൻ്റെ ഇഴകീറിയുള്ള പരിശോധന നടക്കും. സമസ്ത പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകരും സമസ്ത പ്രവർത്തകർക്കിടയിലുള്ള ഈ തർക്കം അതിൻ്റെ ഭാവി എന്താകുമെന്നൊക്കെ നിശ്ചയിക്കുന്ന വലിയ നിർണായകമായ ഒരു ഫലം അവിടെ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. സമസ്തയുടെ അല്ലെങ്കിൽ ഈ KS ഹംസയുടെ ടീമിൻ്റെ ഒരു കണക്കുകൂട്ടലുകൾ ഇങ്ങനെയാണ്. ഏകദേശം 10 ലക്ഷത്തോളം വോട്ടുകളാണ് അവിടെയുള്ളത്. അതിൽ 4.25 ലക്ഷത്തോളം വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി വോട്ടുകൾ ഹംസയ്ക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെന്ന് CPMൻ്റെ ഒക്കെ കണക്ക് വെച്ചവർ പറയുന്നുണ്ട്. അതിന് പുറമെ ഒരു 30,000-ഓളം വോട്ടുകൾ സമസ്തയുടെയും ഒപ്പം തന്നെ ലീഗ് വിരുദ്ധമായി ചിന്തിക്കുന്ന പരമ്പരാഗതമായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടുകൾ ഇത്തവണ ഒരു 30,000-ഓളം വോട്ടുകൾ മറഞ്ഞിട്ടുണ്ട്, ഹംസക്ക് അനുകൂലമായി മറഞ്ഞിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇരട്ടി ഫലമുണ്ടാക്കും. അതായത് 30,000 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 60,000 വോട്ടിൻ്റെ ഫലമുണ്ടാക്കും. ഇതുകൂടി രണ്ടുകൂടി കണക്ക് കൂട്ടുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ സമദാനിക്ക് കിട്ടിയ വോട്ടുകൾക്ക് മുകളിൽ പോകും എന്നുള്ളൊരു കണക്കാണ് ഹംസയുടെ ടീം പറയുന്നത്. പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും മുസ്ലിം ലീഗ് അവിടെ ചെയ്തിരുന്നു. അവിടെ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ വോട്ടുകൾ ലീഗിന് അനുകൂലമായി സമദാനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏകദേശം 18,000-20,000-ഓളം വോട്ടുകൾ അവിടെ SDP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു. ഈ വോട്ടുകൾ ഇങ്ങോട്ട് ലീഗ് സ്ഥാനാർത്ഥിക്ക് സമദാനിക്ക് അനുകൂലമായി വരികയും അങ്ങനെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സമസ്ത ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയ ഒരു വെല്ലുവിളി മറികടക്കാൻ ചില തന്ത്രങ്ങളും അത്തരത്തിലുള്ള ചില നീക്കങ്ങളുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളുണ്ടായാലും അത് പരാജയപ്പെടുകയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് സമദാനിയും മുസ്ലിം ലീഗ് ക്യാമ്പും എന്നുള്ളത് ആണ് അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം. ഏതായാലും ആ തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഫലം ഒരുപക്ഷെ സമദാനി വിജയിച്ചു കഴിഞ്ഞാൽ പോലും ലീഡ് ഏകദേശം 1,92,000-ഓളം ലീഡ് കഴിഞ്ഞ തവണ അവിടെ VT മുഹമ്മദ് ബഷീർ ഈ ലീഗ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലീഡ് 1,00,000-ൽ താഴെയോ അല്ലെങ്കിൽ വലിയ തോതിൽ കുറയുകയോ ചെയ്താൽ അതും വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതെല്ലാം നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പൊന്നാനിയിൽ ഫലമാണ് പൊന്നാനിയിൽ വരാനിരിക്കുന്നത്. ഏതായാലും അതിനി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ അവസാനത്തുള്ള നെഞ്ചിടിപ്പാണ് അവിടെയുള്ള ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രവർത്തകരുമായും ഒക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പ്രതീക്ഷ.